രഞ്ജിത്ത് ജയിക്കട്ടെ, രഞ്ജിത്ത് ജയിക്കട്ടെ, അരിവാൾ ചുറ്റും പ്രധാനമന്ത്രി അമ്മമാരെ സഹോദരിമാരെ അരിവാൾ ചുറ്റും സർക്കാർ നമ്മളിപ്പം മറ്റൊരു പാർട്ടിക്കാരും കാട്ടി നമ്മളൊരു വീട്ടിൽ ഒരു ആവശ്യം വന്നാൽ അവർ ആദ്യം അറിയിക്കും നമ്മളെയാണ്. നമ്മൾ എത്തുന്നവർക്കൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് നമ്മളെ വിശ്വാസം. അപ്പോൾ അവരുടെ വിശ്വാസം അതാണ് നമ്മളെ വിജയം. ജനങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്ന ഈ ഗവൺമെൻറ്റിന് അനുകൂലമായി പറയുകയാണ്. അത് പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന രഞ്ജിത്തിന് അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇത് തന്നെയാണ് അവർ പറയുന്നത്. അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. രഞ്ജിത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പിണറായി വിജയൻ സർക്കാർ ഇനിയും വരണം. വന്നാൽ മാത്രമേ നമുക്ക് പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവൂ എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. നല്ല ഭൂരിപക്ഷത്തിൽ LDF സർക്കാർ ഇവിടെ കാലാകാലങ്ങളിൽ LDF ആണ് വിജയിച്ചു വരുന്നത്. ഇത്തവണയും അതോടെ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുകയും ചെയ്ത് ജനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് കേരളം. എല്ലായിടത്തും സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആറന്നൂരിലെ സ്ഥാനാർത്ഥി രഞ്ജിത്തിനൊപ്പമാണ് കൈരളി ന്യൂസ് ചേരുന്നത്. അതിന്റെ ആവേശം ഇവിടെ കാണാം. എല്ലാ റോഡ് ഷോയ്ക്കും ഈ പ്രദേശത്തുള്ള വർഗ ബഹുജന സംഘടനകളുടെയും പാർട്ടി പ്രവർത്തകരുടെയും LDFന്റെ പ്രവർത്തകരുടെയൊക്കെ തന്നെ വലിയ ആവേശമാണ് ആറന്നൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങളായി കഴിഞ്ഞ 35 വർഷക്കാലമായി തുടർച്ചയായി ഇത് നഗരസഭയിൽ പുതുതായി ആറന്നൂർ വാർഡ് രൂപീകരിച്ച കാലം മുതൽ ഇടതുപക്ഷത്തിന്റെയും CPIMന്റെയും കുത്തകയായ വാർഡാണ്. ഇത്തവണയും ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെ ഇടതുമുന്നണി ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ തെളിവാണ് എനിക്ക് പിന്നിൽ കാണുന്ന വലിയ തരത്തിലുള്ള ആവേശവും ആരവും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ആറന്നൂരിൽ ചർച്ചയാകുകയാണ്. അതിന്റെ ആവേശം എനിക്ക് പിന്നിൽ കാണാം. വലിയ തരത്തിലുള്ള ആവേശം ഇടതുമുന്നണിയുടെ പ്രവർത്തകരുടെ മുഖത്തും അവരുടെ മുദ്രാവാക്യം വിളികളിലും അനൗൺസ്മെന്റിലും ഒക്കെ തന്നെ കേൾക്കാനുണ്ട്. രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശമുണ്ട്. ഈ ആവേശമൊക്കെ വോട്ടായി മാറുമോ? മാറും. അതിൽ ഏതൊരു മാറ്റമല്ല, ഉറപ്പായിട്ട് എല്ലാം വോട്ടായിട്ട് മാറും. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട ക്ഷേമപ്രവർത്തനമാണോ വികസനമാണോ? എന്താണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം? ക്ഷേമപ്രവർത്തന വികസനവും നമ്മളെ ഈ നടന്ന പിണറായി ഗവൺമെന്റിന്റെ ഈ വികസനങ്ങളും ഇതൊക്കെ നമ്മൾ ആരെയും കുറ്റം ഒന്നും പറയുന്നില്ല. നമ്മളെ വികസനം അത് മാത്രമേ പറയുന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ആറന്നൂർ സീറ്റിനെ സംബന്ധിച്ച് പറയുമ്പോഴേ മുഖവരയായി ഞാൻ പറഞ്ഞതാണ്. കാരണം ഈ സീറ്റ് നഗരസഭയിൽ രൂപീകരിച്ച കഴിഞ്ഞ 35 വർഷക്കാലമായി ഇടതുമുന്നണിക്കൊപ്പമാണ്. രഞ്ജിത്തിന്റെ പ്രവർത്തന പശ്ചാത്തലം എങ്ങനെയാണ്? DYFI ആണോ SFI ആണോ? SFI DYFI CPM അങ്ങനെ ഓരോ തലത്തിൽ പ്രവർത്തിച്ച് വന്നാണ് എനിക്ക് ഈ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയത് വർഷങ്ങളായിട്ട്. അതാണ് നമ്മളെ ഒരു 9ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ നമ്മൾ ഓൾറെഡി SFI പ്രവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആറന്നൂർ വാർഡിൽ തന്നെ. ഈ കോവിഡ് കാലത്തൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഈ കോവിഡ് കാലത്തൊക്കെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഈ വലിയ ആശങ്ക ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവർക്ക് ഭക്ഷണം എത്തിക്കാൻ, മറ്റ് അപകടങ്ങളോ ആശുപത്രിയിലേക്ക് പോകേണ്ട ഘട്ടത്തിൽ അവർ ആശുപത്രിയിൽ എത്തിക്കാൻ ഈ പ്രദേശത്ത് നിറഞ്ഞിരുന്ന ഒരാളാണെന്ന് പാർട്ടി പ്രവർത്തകർ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഓരോ വീട്ടിലും രഞ്ജിത്തിന് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം ഈ ആ ഒരു സ്നേഹം വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഉണ്ടാവുന്നുണ്ട്. കാരണം എല്ലാവരും എന്നെ തിരിച്ചറിയുന്ന ആ വ്യക്തിയാണ്. കാരണം ഞാൻ ഇന്നലെ വന്ന വ്യക്തിയല്ല. അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം. എല്ലാവരും എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. കോവിഡ് സമയത്തായാലും അല്ലാതെ എന്നെ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്കത് വലിയൊരു സ്നേഹവും ഒരു വോട്ടായിട്ട് മാറുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ, തലസ്ഥാന നഗരസഭയിലെ LDFന്റെ വലിയ മുന്നേറ്റം, ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ തരത്തിലുള്ള ശ്രദ്ധയാണ് പാലിച്ചത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പ്രാതിനിധ്യം നൽകി. വിദ്യാർത്ഥികളുണ്ട്, യുവാക്കളുണ്ട്, അഭിഭാഷകരുണ്ട്. വിവിധ മേഖലകളിൽ മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന് പ്രവർത്തിച്ചതുപോലും തിരുവനന്തപുരത്ത് LDFന്റെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥികളുടെ നിശ്ചയം മുതൽ കാൻഡിഡേറ്റുകളെ പ്രഖ്യാപിച്ച മുതൽ വലിയ തരത്തിലുള്ള ആവേശം ഇടതുമുന്നണിക്ക് തലസ്ഥാന നഗരസഭയിൽ ആവേശം വിതയ്ക്കുന്നതാണ്. ആ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 4 ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോൾ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് കാണാനുള്ള തിരക്കിലാണ്. അപ്പോൾ റോഡ് ഷോയുടെ ആവേശമാണ് പ്രേക്ഷകർ ഈ നിമിഷം കാണുന്നത്. ആ ആവേശവും ആരവവും ജനങ്ങളുടെ വലിയ തരത്തിലുള്ള ആവേശവും വികാരവും ഒക്കെ തന്നെ വോട്ടായി മാറും എന്ന് തന്നെയാണ് ആറന്നൂരിലെയും കാഴ്ച. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.